സാർ, മനസ്സിലായില്ല. ഇവിടുത്തെ മേസ്ത്രിയാണ്. അപ്പു പറഞ്ഞിരുന്നില്ലേ? മേസ്ത്രി, രാവും പകലും പണിയെടുത്താലും വേണ്ടില്ല, ബംഗ്ലാവിന്റെ പണി ഉടനെ തീർക്കണം. രാത്രിയിൽ ജോലി ചെയ്യാൻ ഇവിടെ ആരും വരില്ല സാർ. അതെന്താ? ഇവിടെ രാത്രി വരാൻ ആളുകൾക്ക് പേടിയാ. ഓഹോ, ശരി. എത്ര ജോലിക്കാരെ വേണമെങ്കിലും വെച്ചോളൂ, എനിക്ക് ഉടനെ ഇങ്ങോട്ട് താമസം മാറ്റോ. ഞാൻ ഈ എസ്റ്റേറ്റ് എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. മേസ്ത്രി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും സാർ. സാർ, യക്ഷിപ്പാറയ്ക്ക് അടുത്തേക്ക് പോകണ്ട സാർ. അതെന്താ? പൈലുമൂപ്പനെ പോലെ പലരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമല്ല. ഈ എസ്റ്റേറ്റിനെ കുറിച്ചും യക്ഷിപ്പാറയെ കുറിച്ചും ഒരുപാട് കഥകളുണ്ട് സാർ. കഥയോ? എന്ത് കഥ? ഈ എസ്റ്റേറ്റ് സാറ് വാങ്ങുന്നതിന് മുമ്പ് നീലമല എസ്റ്റേറ്റിലെ ഭാസ്കരം എന്റെ അച്ഛൻ്റെ വകയായിരുന്നു. അദ്ദേഹത്തെ കബളിപ്പിച്ചാണ് ഈ എസ്റ്റേറ്റ് ഇതിനു മുമ്പുള്ള ഉടമസ്ഥൻ കരസ്ഥമാക്കിയത്. ഈ മലമ്പ്രദേശത്തെ കാട്ടുജാതിക്കാർക്ക് മേനോന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു സാർ. ഈ എസ്റ്റേറ്റ് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവരും പലതും ചെയ്തു സാർ. എന്നിട്ട് കാട്ടുമൂപ്പനും മുതലാളിയും തമ്മിൽ വഴക്കായി. യക്ഷിപ്പാറയ്ക്ക് അടുത്ത് വെച്ച് കാട്ടുമൂപ്പനെയും കുടുംബത്തെയും മുതലാളി കശാപ്പ് ചെയ്തു. അവരുടെ പ്രേതങ്ങൾ മുതലാളിയുടെ കുടുംബത്തിലെ ഓരോരുത്തരെയായി കൊന്നു പകവിട്ടി. ഇളയ മകൻ മാത്രം രക്ഷപ്പെട്ടു ഓടി. അദ്ദേഹമാണ് സാറിന് ഈ എസ്റ്റേറ്റ് തന്നത്. ഈ പ്രദേശത്തുകാരും ഈ എസ്റ്റേറ്റ് വാങ്ങാതിരുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് സാർ. യക്ഷിപ്പാറയിലേക്ക് പോകുന്നവരെല്ലാം ഈ പ്രേതങ്ങൾ കൊല്ലും. പൈലുമൂപ്പനെയും കൊന്നത് അവരാ. അതിന്റെ പിന്നിൽ പ്രേതങ്ങളാവണമെന്നില്ലല്ലോ. കാട്ടുമൂപ്പിന്റെയും കുടുംബത്തിന്റെയും പ്രേതങ്ങളെ കണ്ടവരുണ്ട് സാർ. എന്തോ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഈ വീടിന് ചുറ്റും എന്തൊക്കെ അപശകനങ്ങളുണ്ട്. ഇന്നലത്തെ കാര്യം തന്നെ നോക്കൂ. പക്ഷെ ചേട്ടനും ചേട്ടത്തിയും പറയുന്നത് അതൊക്കെ തോന്നലാണെന്നാ. എനിക്ക് കുഞ്ഞിനെ വിശ്വാസമാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, പിന്നെങ്ങനെ തോന്നലാവുക? ചേട്ടൻ പിന്നെന്താ പോലീസിൽ അറിയിക്കാത്തെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് അതിശയം. പോലീസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ദേഷ്യം. ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങിയതാ. ചേട്ടത്തിയാ വന്ന് മുടക്കിയത്. വേണ്ട വേണ്ട, അതിനിപ്പോ ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. അവൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവളാണ്. പട്ടണത്തിൽ പഠിച്ചു വളർന്നവൾ. പട്ടണത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇന്ന് രമയെ പറ്റി പറയാ. I'm sorry.
എന്റെ മുറിയിൽ ഒരാൾ വന്നു. എന്നിട്ട് എവിടെ? അയാളെ ഞാൻ മുറിയിലിട്ട് പൂട്ടിയിട്ടുണ്ട്. വാ. ആരുമില്ലല്ലോ. ഇല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇതൊരു തരം വട്ടാണെന്നു. നിനക്ക് എന്ത് പറ്റി രമേ? ചേട്ടാ. പോട്ടെ, സാരമില്ല. സാരമുണ്ട്. എല്ലാം ഇങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ഇവിടെ ബുദ്ധിക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. ചേട്ടത്തി, കഴിയുന്ന വേഗം ഒരു ഡോക്ടറെ കാണിക്കണം. വേണ്ട വേണ്ട, എനിക്കൊരു തകരാറുമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? നിന്റെ പ്രവൃത്തി കണ്ടാ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇല്ല ചേട്ടാ, എനിക്കൊന്നുമില്ല. എന്നാ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഞാൻ കുറച്ച് പിലിച്ചു തരാം, അത് കഴിച്ച് കിടന്നുറങ്ങിക്കോ. ഇനി ഇങ്ങനെ അതും ഇതും പറഞ്ഞ് ഓടി വരരുത്. ആ. പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോളൂ. ജോലിക്കാർക്ക് വേണ്ടതെല്ലാം കൊടുത്തോളൂ. ശരി, ഞാൻ നാളെ രാവിലെ വരാം. സാറാണോ? ഞാനമ്മ വീട്ടിലേക്ക് പോയി.
കവിസാറാണ് റൂം അടച്ചോ ഒറ്റ കിടപ്പാ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടത് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. സാറേ ഞാനേ അയ്യോ എന്റെ പൊന്നു സാറേ ഇത് കിട്ടരുത്. ഉണ്ടായിരടാ, പോയി കഥ ഓർക്ക്. എന്റെ പൊന്നു സാറേ ഇന്ന് വെള്ളിയാഴ്ച. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നത് താനൊന്ന് കേക്ക്, പോയി കഥ ഓർക്ക്. പറഞ്ഞാ മനസ്സിലാവില്ല. ഞാൻ ചെയ്യാനാ കൊണ്ടാ പഠിക്കട്ടെ. തുറക്ക് തുറക്ക്. അതിനൊന്നും കൂടി നീക്കി വെച്ചാ തുറക്കായിരുന്നു. തുറക്ക്. എന്റെ ഗുരുവായൂരപ്പാ. ലൈറ്റ് ഇട്, ലൈറ്റ് ഇട്. പേടിക്കണ്ട, ഞാനാണ്. കരയരുത്. വീട് എവിടെയാണെന്ന് പറയൂ, ഞാൻ കൊണ്ടുപോയി വിടാം. No, no, no. എടാ ഉശിര, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പുറത്തേക്ക് വാ. ആ അങ്ങനെ പതുക്കെ അവിടെ നടക്ക്, അവിടെ നടക്ക്, നടക്ക്. എടോ ഈ നീലമല എസ്റ്റേറ്റ് എവിടെയാ? അത് കിഴക്ക, ഒരുപാട് പോണം. ഈ കുട്ടി അവിടുത്തെയാ? അവിടെ കൊണ്ടാക്കിയാൽ എന്താ? വേണ്ട സാറേ, ഇത് അവിടെയുള്ളതല്ല. അത് നിനക്കെങ്ങനെ അറിയാം? സാറ് ഇതിന് വീടില്ല. പിന്നെ ഇത് സാധനം വേറെയാ. യക്ഷിയ, പനമ്പല താമസം. ചൊവ്വ വെള്ളി, കറുത്ത വാവ് വെളുത്ത വാവ് എന്നീ ദിവസങ്ങളൊക്കെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കും. പിന്നെ പാല പൂത്തോ സ്ഥിരം അതിന്റെ ചുവട്ട് താമസം. തന്നെ കൊണ്ട് ഞാൻ തോറ്റു. അവളുടെ വീട്ടുകാരെ വിവരം അറിയിക്കാനാണ് ഞാൻ ചോദിച്ചത്. വീട്ടുകാരെ വിവരം അറിയിക്കണമെങ്കിൽ സാറ് പനമ്പ് കയറേണ്ടി വരൂ. യക്ഷിക്ക് എവിടെയാ സാറ് വീട്? തന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. രാവിലെ ആ കുട്ടിക്ക് ബോധം തെളിയുമ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലായിക്കോളാം. അതിന് രാവിലത്തേക്ക് നമ്മൾ ഉണ്ടെങ്കിലല്ലേ. ടൂറിസ്റ്റ് ഹോമിന്റെ മുമ്പിൽ കുറെ നഖവും മുടിയൊക്കെ കിടക്കുന്ന കാണാം. മതി മതി, താൻ എനിക്ക് കിടക്കാൻ ഒരു മുറി തുറന്നതാ. ഞാനമ്മ എനിക്ക് കിട്ടണ്ട് കിട്ടിയടി. നിന്നൊന്ന് കണ്ടിട്ട് മരിക്കാനുള്ളൊരു യോഗമുണ്ട്. അയ്യോ സാർ, അവിടെ ഭയങ്കര ചൂട്. ഇവിടെ ഫാൻ ഇട്ടുണ്ടല്ലോ. സാറിന് പേടിയുണ്ട് ഞാൻ അവിടെ കിടക്കാൻ? ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുറി തുറക്കണോ? വേണ്ട, ഞാൻ പോയിക്കോളാം അവിടെ. അയ്യോ